അമ്മ വായോ, നിങ്ങളെ മോനാണെന്ന് മുറ്റം വൃത്തിയാക്കണേ. അത് മേടിച്ചാലോ. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. സോ വി ആർ ബാക്ക് ഹോം. ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ കുട്ടികളൊക്കെ ഇങ്ങനെ എന്തൊക്കെയൊക്കെ കളിക്കണം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ യൂട്യൂബൊക്കെ നോക്കി. അപ്പോൾ ചെറിയൊരു പരിപാടി. അപ്പോൾ ഇതിനുവേണ്ടി നമ്മൾ നേരത്തെ തന്നെ ദാർപ്പായൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ മെയിൻ ടാസ്ക് വരെ എന്താ വെച്ചാൽ നമ്മൾ പ്ലാൻ ചെയ്യുന്നത് മുറ്റത്താണ്. ഇവിടെ ഈ ഡാർപ്പായ ഇട്ട് കഴിഞ്ഞാൽ ഈ കല്ലൊക്കെ തട്ടുകൊണ്ട് കീറാൻ ചാൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ കല്ലൊക്കെ വൃത്തിയാക്കി ചെയ്യാമെന്നാണ് പ്ലാൻ ചെയ്യണത്. അല്ലെങ്കിൽ പിന്നെ മുകളിൽ വിരിക്കണം. അപ്പം നമ്മൾ എന്തായാലും മുറ്റം വൃത്തിയാക്കാം. ഓക്കെ, ലെറ്റ്സ് ഗോ. ഉമ്മ ഒക്കെ എത്തിയിട്ടുണ്ട്. ഉമ്മ വായോ, നിങ്ങളെ മോനാണെന്ന് മുറ്റം വൃത്തിയാക്കണേ. ഉമ്മ ഒറ്റക്ക് വന്നുള്ളേ. അപ്പം മാമയും ലേസലും ബസ്സിൽ അവിടെ നിന്ന് വരാവും അല്ലേ. കുട്ടിപ്പാട്ടാളം വേറെ വണ്ടിയിൽ വരുന്നുണ്ട്. നോട്ട് ഈസി ബ്രോ. മിജുബാനെ കാണിക്കാൻ കുറച്ച് സമയം എടുത്തതെന്ന് വെച്ചാൽ മിജു ഒന്ന് മുടിയൊക്കെ വെട്ടിയൊന്ന് സ്റ്റൈല് മാറ്റിയിട്ടുണ്ട്. നേരത്തെ കഴിഞ്ഞ വ്ളോഗിലും കാണാൻ പറ്റും മിജുവിന് ബാക്കിൽ മുടിയൊക്കെ ഉണ്ടായിരുന്നു. സോ പ്രസന്റിങ് മിജു ബായ്. എങ്ങണ്ട് മുടി വെട്ടിയിട്ട്? സുഖാണെന്നോ? വിഷമൊന്നുമില്ല അപ്പൊ ബാക്ക് പോയപ്പോ? അപ്പൊ പഴയ മുടി മിസ് ചെയ്യണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്. ഡോൺ ബൈ ടു പൂക്കി ബൈ. പൂക്കിയല്ലേ, അത് വേറെ എന്താണ്? മണ്ടല്ലേ, പാവാണ്. അർജന്റീന ദേശിയോ? ഓ, ഫൈനലെത്തിയപ്പോ അർജന്റീന ദേശീയ കണ്ടു മേടിച്ചു അല്ലേ. ഇവര് ഞാൻ ഇവിടെ ഇല്ലെങ്കിലും വൻ കാണലാ കേട്ടോ. പുലർച്ചെ 3 മണിക്ക് 4 മണിക്കൊക്കെ ഉമ്മ ഇരുന്നിട്ട്, ഉമ്മയും ഇവനൊക്കെ മിജു റിച്ചോ കൂടി ഇരുന്നിട്ട് ഇവിടെ വേൾഡ് കപ്പ് ആണല്ലേ. ഞാൻ മിജു റിച്ചോ കാണുമെന്ന് വിചാരിച്ചു. പക്ഷെ ഒരിക്കലും ഉമ്മൊക്കെ ഇരുന്നിട്ട് പുലർച്ചെ ഇരുന്ന് കാണുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. ഞാൻ നോക്കുമ്പോ ഉമ്മയുടെ സ്റ്റോറിയൊക്കെ പുലർച്ച മെസ്സി ഗോൾ അടിക്കുമ്പോ പക്ഷെ നെയ്മർ ഗോൾ അടിക്കുമ്പോ നെയ്മറാ കുറേ ഗോൾ അടിച്ചിട്ടുള്ളൂ. പിന്നെ അതേപോലെ തന്നെ എന്താണ് ആ ഡ്രസ് എടുത്ത മിജോ? ബ്രസീൽ തോറ്റ, അർജന്റീന തോറ്റില്ലേ. ഇത് നമുക്ക് ഒരാള് അയച്ച ഗിഫ്റ്റാണ്. കുറെ ആയി ഇപ്പോൾ ഗിഫ്റ്റൊക്കെ അൺബോക്സ് ചെയ്തിട്ട്. അപ്പോൾ ഞാൻ കുറച്ചായി വീട്ടിലേക്ക് വന്നിട്ട്, അപ്പോൾ വീട്ടിലേക്ക് വന്നപ്പോൾ ഉമ്മ എടുത്തത് കാണിച്ചെന്നാണ് ഒരാൾ അയച്ച ഗിഫ്റ്റ്. അപ്പോൾ ഞാൻ എന്തായാലും വ്ളോഗിൽ അൺബോക്സ് ചെയ്യാൻ വിചാരിച്ചു. ഓഗോ, ഒന്ന് തുറച്ചോ. ഇതാരാ അയച്ചതെന്ന് ഉമ്മാക്കാണ് കറക്റ്റ് അറിയാം. അപ്പോൾ ഉമ്മ ഇതാരാ അയച്ചത്? പേരൊന്നും അറിയില്ല കുട്ടിയുടെ. ഓ, നല്ല സാധനം. ഇതൊന്ന് പിടിക്കുമ്പോ അടിപൊളി. പീറ്റർ ജാക്ക്. എടാ, ഇത് പൊള്ളി സാധനം. ഓഹോ, ഇത് വൻ സാധനം. എനിക്ക് ലൈക്ക് ചോപ്പ് എല്ലാവരും ഇഷ്ടം. പൊള്ളി ബ്രോ. അപ്പൊ താങ്ക് യു സോ മച്ച്. അതേപോലെ തന്നെ ഉമ്മതാ റിച്ചു ഇപ്പോൾ കോളേജ് വിട്ട് വന്നുള്ളൂ. അതേപോലെ മിജു എവിടെ വിട്ടിട്ടും കാര്യമില്ല. അപ്പോൾ ഒന്നും കുടിക്കാത്തതുകൊണ്ട് എല്ലാവർക്കും വേണ്ടി ജ്യൂസ്. പിന്നെ എല്ലാവരും പണിയെടുക്കുന്നതുകൊണ്ട് ജ്യൂസ് കൊടുന്നിരിക്കുന്നു. ആ, മുറ്റം വൃത്തിയാക്കണത് ഒരു പണിയാണ് ബ്രോ. ആ, കുടിച്ചോ. ഏത്? അതാണ് ഉമ്മയുടെ പരാതി കേട്ടില്ലേ, ഉമ്മമാര് പണിയെടുക്കുമ്പോ മക്കളാരും ജ്യൂസ് കൊടുന്നു തരില്ല. മിജു ലൈം ഉണ്ടാക്കിയ കണക്കാണ് ഈ പറയണത്. അങ്ങനെയാണ് ഉമ്മ കുറെ കണക്ക് പറയേണ്ടി വരും. പക്ഷെ എന്നാലും മിജു ലൈം ഉണ്ടാക്കിയാണ്. ഈ മുടിയല്ലേ വൃത്തി? നിങ്ങൾക്ക് എന്താ തോന്നണേ? കാണുന്നവർക്ക് എന്താ തോന്നണേ? ഇതാണ് വൃത്തി, പഴയ മുടിയാണ് വൃത്തി? കുറച്ച് പേക്കറക്കാം. ഇപ്പൊ ഷുട്ടാപ്പി ആയിക്കണ് കറക്റ്റ്. ഒരു നേടിനുള്ളില്ലേ? ഇംഗ്ലീഷ് ഒക്കെ പഠിപ്പിച്ചിട്ട് ഇംഗ്ലീഷ് വ്ലോഗ് കണ്ടിട്ട് ഓരോന്ന് പറയണേ. ഞാൻ പറഞ്ഞു ഇങ്ങനെ ആക്കിക്കോന്ന്. ചെക്കനായില്ലേ ഗെയിമിനകത്ത് ഇംഗ്ലീഷ് കാണില്ലേ. പിന്നെ അപ്പൊ നമുക്ക് മുറ്റം വൃത്തിയായില്ലേ. അല്ല, എന്നും ഇങ്ങനെ വൃത്തിയാക്കാണെങ്കിൽ ഉപകാരമായിരുന്നു. പൊള്ളിക്കും. അപ്പൊ അടുത്ത എന്താ വെച്ചാല് ഞാൻ ജപ്പാനിൽ പോയി വന്ന സമയത്ത് എന്താണ് അനന്തേട്ടൻ വീട്ടുകാർക്കും അനിയന്മാർക്കും കൊടുക്കാൻ കുറച്ച് സാധനങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ
ഞാൻ എന്താ വെച്ചാൽ കുറേ ആയി വീട്ടിലേക്ക് ഡയറക്റ്റ് വന്നിട്ട്. അപ്പോൾ അത് കോഴിക്കോട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കോഴിക്കോട് നിന്ന് ഒരു ദിവസം ഇങ്ങനെ വീട്ടിൽ നിൽക്കാൻ വരാൻ സമയത്താണ് അത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കാൻ എനിക്ക് പറ്റില്ല. അപ്പോൾ അപ്പോൾ ജപ്പാൻ സ്പെഷ്യലാണ്. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്നു നോക്കാം. അപ്പോൾ ഡിക്കിലാണ് സാധനം വെച്ചത്. ഇവരാരും കണ്ടിട്ടില്ല. കാണിച്ച് ഭയങ്കര സർപ്രൈസ് ആകാൻ മാത്രം അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പക്ഷേ അനന്തേട്ടന് അനിയന്മാരെ ഭയങ്കര ഇഷ്ടമാണ് ഇവരെ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് എന്താ ഞാൻ അവിടെ നിന്ന് വരുന്ന സമയത്ത് അനന്തേട്ടൻ പർച്ചേസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ നിന്നപ്പോൾ അവിടെ ഇതെന്തായാലും ഞാൻ വേണ്ട പറഞ്ഞു, പക്ഷേ മസ്റ്റായിട്ട് അനിയന്മാർക്ക് മേടിച്ചു കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ട് യോ. അപ്പോൾ ഇതാണ് കിറ്റ്കാറ്റ് ഒസാക്ക. അല്ല, ഇത് ഒസാക്ക അല്ലല്ലേ, ഇത് ഡോൺ ബോറി. ആ, ഇതാണ് ഒസാക്ക ബാഗില്. അപ്പോൾ ഇതാണ് ജപ്പാൻ സ്പെഷ്യൽ സാധനം. പിന്നെ അതേപോലെ തന്നെ കിറ്റ്കാറ്റിന്റെ വേറൊരു സാധനം, ഇതൊന്നും ഞാൻ കഴിച്ചില്ല കേട്ടോ. ഇതെന്താ വെച്ചാല് അത് മിജുവിനുള്ളതാ. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ചോപ്സ്റ്റിക് ആണിത്. അതൊക്കെ ഫുഡ് കഴിക്കണത് ഞാൻ കഴിച്ചിരുന്നില്ലേ, നമ്മളിങ്ങനെ കോല്. അപ്പൊ ഇത് നമ്മളെന്തായാലും വേറൊരു വ്ളോഗില് എല്ലാരെ കൊണ്ടും ട്രൈ ചെയ്യിപ്പിക്കുന്നതാണ്. ഇതുകൂടി. പിന്നെ അതേപോലെ തന്നെ ന്യൂട്ടല്ല, പിന്നെ കിറ്റ്കാറ്റിന്റെ വേറെ അവിടെ കിറ്റ്കാറ്റിന് സ്ഥലമാവുന്നുണ്ട്. പിന്നെ ഇതാ അടുത്ത കിറ്റ്കാറ്റിന്റെ വേറൊരു സാധനം. പിന്നെ നമ്മുടെ സ്വന്തം കാർ പ്രാന്തനായ റിച്ചുവിന് വേണ്ടി ഒരു കാർ. ഇത് റിച്ചുവിന് പ്രത്യേകം കൊടുക്കാൻ. ഡൈകാസ്റ്റോ അതൊന്നും എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞെന്താ? അങ്ങനെ അതിന്റെ പേരാണുള്ളത്. അപ്പോ ഇത് പൊട്ടിച്ചു നോക്കിയോ. ഇതിനോട് ചോദിച്ചു റിച്ചുവിന് എന്താ ഇഷ്ടം ചോദിച്ചു റിച്ചുവിന്. അപ്പൊ ഞാൻ പറഞ്ഞ കാറും കാര്യങ്ങളൊക്കെ ഇഷ്ടമാന്ന് പറഞ്ഞപ്പോ എന്നാ പിന്നെ ഒരു സാധനം പിടിക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി സെറ്റ് ചെയ്താണിത്. അയ്യോ. അപ്പോ റസലും ലേസിലൊക്കെ വരുന്നുണ്ട്. അപ്പൊ അവർക്കും കൂടി കുറച്ച് ഷെയർ ചെയ്ത് കൊടുക്കട്ടോ, അവരിപ്പോ വരും. എന്താപ്പാ ചെയ്യാ. ഇതിങ്ങനെയാണല്ലേ, പുറത്തേക്ക് ഇടൂലല്ലേ കൂട്ടിന്റെ. ഇങ്ങനെയാണല്ലേ. ഓക്കെ. അല്ല ലാലു ചേച്ചെന്തറിയോ, മറ്റേ നമ്മള് ഉരുട്ടലിക്കോ സാധനം, അത് ലാലു ചേച്ചി. ഇത്ര ഇരിച്ചാ മതിയോ? ഇത് ഷോക്കേസ് വെക്കണ തൊട്ടല്ലത് എന്താണ് ഇഷ്ടം കൊണ്ട് വെക്കണ. അപ്പൊ നമ്മള് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കണ തിരിച്ചു വരിക. നമ്മള് മുറ്റത്ത് സെറ്റ് ചെയ്യാൻ പോവാണ് നമ്മള്. അപ്പൊ അതിന് വേണ്ടി സാധനങ്ങളെല്ലാം നോക്കാം അല്ലേ മിജോ? എന്തൊക്കെ വേണ്ടി വരും? സോപ്പും പൊടി, പിന്നെ ബക്കറ്റ്, വെള്ളം, പിന്നെ പെട്ടെന്ന് അത് ചെയ്തൊക്കെ സർപ്രൈസ് ചെയ്യാം. ലെറ്റ്സ് ഗോ. നമ്മള് ബക്കറ്റും കാര്യങ്ങളൊക്കെ റെഡി ആക്കണ ഗ്യാപ്പിൽ ഇതാ മാമനും കൂട്ടുകാരെ എത്തിയിട്ടുണ്ട്. കയ്യടി. ഇതാ മാമൻ നാട്ടിലെത്തിയിട്ട് ഇപ്പോൾ രണ്ടാമത്തെ വ്ളോഗാണ്. നമ്മൾ ഇന്നലെ മിഞ്ഞാന്നൊക്കെ പുറത്ത് വരുന്നു, പക്ഷെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം എന്നാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. മാമൻ ഹാപ്പി ആക്കിയതുപോലെ പിള്ളേരല്ലേ പറഞ്ഞു ഓരോന്നും ഹാപ്പി അല്ല. അപ്പോൾ മാമ വന്നതിൽ ഹാപ്പിയാണ്, അങ്ങനെയല്ല. എന്താണ് ഫുൾ പരിപാടി പ്ലാൻ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ കുട്ടികൾക്ക് വേണ്ടി നമ്മളിന്ന് ഇവിടെ ഒരു സാധനം സെറ്റ് ചെയ്തിട്ടുണ്ട്. വായോ. എങ്ങനെയുണ്ട് നാട്ടിൽ വന്നിട്ട്? എങ്ങനെയുണ്ട് മാമ? അല്ലേ, നല്ല ക്ലൈമറ്റ്. നമ്മൾ ഉച്ചക്ക് 45 ഡിഗ്രിക്ക് എത്തി. മമ്മ മാമനെ നാട്ടിൽ കൊടുത്തിട്ട് എങ്ങനെയുണ്ട്? എന്നിട്ട് വരി ചോദിക്കട്ടെ. ബക്കറ്റൊക്കെ കണ്ടില്ലേ, മാമന് സമ്മാനം കൊടുക്കാണ്. മാമി മക്കളും കൂടിയിട്ട് ഫൈനല് കണ്ടതാണ്. എവിടെ? ഇവിടെയാ? എന്നിട്ട് അതില് കുട്ടികൾ കളിച്ചോട്ടെ ആവേശം വെച്ചിട്ട് ഞാൻ എന്താക്കി ഈ ബക്കറ്റില്ലേ സവനപ്പിന്റെ ഹലോ, അതാണ് ഫൈനൽ. ഫുട്ബോളിന്റെ ഫൈനലിന്റെ റിസൾട്ട് ആണ്.
സെവനപ്പിന്റെ ബോട്ടിലില്ലേ ആ. അത് അതായിട്ട് പൊട്ടിക്കോ പറഞ്ഞിട്ട് ഞാൻ തന്നെ കൊടുത്ത്. ആ പക്ഷെ ആവേശം മൂത്തപ്പോ അർജന്റീന തോറ്റേറ്റ് മുട്ടടിക്കാന്ന് പറഞ്ഞു. ആര് ആരിവനാ റസിലുണ്ടോ ഇങ്ങോട്ടോ ഡയലോഗ് അടിച്ചാ പോരാ ഇത് പോയിക്കട്ടെ. ഇവരിത് ഓരോ ഗോൾ അടിച്ചിട്ട് ആവേശം മൂത്തപ്പോ ഇവരെന്താ കാട്ടിയത്, അടുക്കളയിൽ പോയിട്ട് കയ്യിലെടുത്തിട്ട് വന്നു. ഇവരൊക്കെ കയ്യിലില്ലേ അടിക്ക അത് തോറ്റേനാണ് നിങ്ങൾ അടിച്ചത്. എന്തായാലും അല്ല അർജന്റീന അതിന് പോസ്റ്റിക്ക് ഒരു ഷോട്ട് പോലും അടിച്ചില്ലല്ലോ, പിന്നെ എങ്ങനെ നിങ്ങൾ പൊട്ടുന്നത്? ഫൗൾ വെച്ചാണ് അതിനൊട്ടി. ആ അപ്പൊ അറിയാം ഷോട്ട് അടിച്ചില്ല എന്നല്ലേ. ആ ഓ അതിന് ഓ ഗോള് സേവ് ചെയ്യുമ്പോ ഓക്കെ. കുട്ടികളല്ലേ തിരിച്ചു വന്നതുകൊണ്ട് വക്കറ്റ് കൊട്ടി. ഞാൻ പറഞ്ഞു അങ്ങനെ. അപ്പൊ ആര് റസലുണ്ടോ? അപ്പൊ നമ്മളെ കൂടെ ചേർന്നുള്ള ഒരു ബ്രസീലിന്റെ ആരാധകനും ഒരു അർജന്റീന ആരാധകനും കൂടിയാണ്. ഹായ്, വെൽക്കം ബ്രസീൽ, വെൽക്കം അർജന്റീന. അപ്പൊ നമ്മൾ പരിപാടി തുടങ്ങല്ലേ? അപ്പൊ താർപ്പായ എടുക്കട്ടെ. ഇത് പൊള്ളിക്കൂട്ടോ. മതിയില്ലേ? മതി. ഇല്ലടാ നിരങ്ങളൊന്നും ഇല്ലട്ടോ. ആ നിങ്ങള് വിളിക്കാം. ഇതിപ്പോ നമ്മള് താർപ്പായ വൃത്തിയാക്കണ വേണ്ട. ഇക്കൂടെ അതിനെത്ര റുപ്യമ്മ? ആ ഇവിടെ ആയിട്ടോ കുറച്ചൊക്കെ. പക്ഷെ അങ്ങനെ വിചാരിക്കുന്ന സാധനം ഇല്ല കേട്ടോ. അപ്പോ എന്താ ചെയ്യേണ്ടത് അറിയില്ല. എന്തായാലും കൊറേ ഒക്കെ പാളിന്ന് മനസ്സിലായിക്കണ്. ഇതപ്പോ എങ്ങനെയാണ് ആൾക്കാർ ചെയ്യണത് എനിക്ക് മനസ്സിലായില്ല കേട്ടത്. വർക്കൗണ്ടല്ലേ? വീണില്ല കാര്യം. വീണ്ടും ഡംബലേ. അതൊന്നും എന്താന്ന് അറിയാണ്ടിരിക്കുന്നുണ്ട്. ഉമ്മ മുത്തുമ്മ മാമൻ ഇരിക്കുന്നുണ്ട്. ഉമ്മതാ മിനി വ്ളോഗ് എടുക്കുന്നുണ്ട്. തല എനിക്കുണ്ടല്ലേ. ഇത് ബെഡല്ലേ, ഇതിന്റെ അടിയിൽ മണ്ണുണ്ട്. ബെഞ്ചിമ അറിയോ? കുറച്ചുകൂടി കിട്ടട്ടെ. അത് മേടിച്ചാലോ. അയ്യോ മച്ചാരേ, അത് നമ്മളൊരു സാധനം എക്സ്പെക്ട് ചെയ്തു, അതിന്റെ അത്ര എത്തിയില്ല. എന്നാലും കുഴപ്പമില്ല. ഇന്ത്യൻ മൈക്കിലുണ്ട് മാമിന്റെ വീട്ടിൽ കാക്കല്ലേ. അപ്പൊ ഇറങ്ങി എല്ലാരെയും കുളിപ്പിക്കണ ഒരു ചടങ്ങിലേക്കാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. മുത്തേ ഇതൊക്കെ അല്ലേ ഈ പ്രായത്തിലേ കിട്ടുള്ളൂ കേട്ടോ. പക്ഷെ അതിപ്പോ ഇങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല അല്ലേ? എന്താ മാമാ പാടത്തുനിന്ന് വറ്റിച്ച് കയറിയിട്ട് മീൻ പിടിച്ച് കയറുമ്പോൾ എങ്ങനെ കുളിപ്പിച്ചു തന്നിരുന്നു. പെടക്കണ മത്തി 1 കിലോ 100. മിജോ ഇജിപ്പോ ഒരു മത്തിയാണെങ്കിൽ എങ്ങനെയാവും ചെയ്യാ? ഇജിപ്പോ പെടക്കണ മത്തിയാണെങ്കിൽ എങ്ങനെയാവും? ചെയ്യാ? ആ ഇത് പെടക്കുന്നത് അയ്യോ. അപ്പോ നമ്മുടെ മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ചെറിയ വ്ളോഗ് കൂടെ അവസാനിക്കുകയാണ്. അപ്പോൾ വ്ളോഗ് കണ്ടതിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അതേപോലെ വീട്ടിൽ വന്ന് ഇങ്ങനെ വ്ളോഗ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചല്ല. അപ്പോൾ നിങ്ങളെല്ലാവരും പറഞ്ഞ്, അതായത് വ്ളോഗുകളില്ല, എങ്ങനെയൊക്കെ ഒരു വ്ളോഗൊക്കെ ചെയ്യ്,
അപ്പോൾ നിങ്ങൾക്ക് കൂടി എന്റർടൈനിങ് ആണെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വ്ളോഗ് സങ്കടമാണെങ്കിൽ ഈ വ്ളോഗ് സന്തോഷമാണെന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പൊ ഇനി അടുത്ത റിച്ചുവിനെ കുളിപ്പിക്കാണ്ട്. റിച്ചു അങ്ങോട്ട് അങ്ങോട്ട്